വൈദു, വാ പോകാം. അല്ല, നീ എന്താ ഇവിടെ? എന്നെ പിക്ക് ചെയ്യാൻ പപ്പ വരാന്നാണല്ലോ പറഞ്ഞത്. അതെന്താ, ഞാൻ വന്നാൽ നിനക്ക് ഇഷ്ടമായില്ലേ? അതുകൊണ്ടല്ല, പപ്പയെ കാണാത്തത് കൊണ്ട് ചോദിച്ചതാ. എന്നാലേ ഇന്ന് നിന്നെ ഞാൻ പിക്ക് ചെയ്തോളാന്ന് അങ്കിളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടിയിരുന്നില്ല. നീ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? സാരമില്ല, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിക്കോളാം. നിന്ന് താളം ചവിട്ടാതെ വരാൻ നോക്ക് പെണ്ണേ. അല്ല, ഇന്നത്തെ പ്രോഗ്രാമിന്റെ റിസൾട്ട് എന്നാ അനൗൺസ് ചെയ്യുന്നത്? മേ ബി നെക്സ്റ്റ് വീക്ക്. ശരി ശരി, നീ വാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? അല്ല, നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത്? വീട്ടിലേക്കൊക്കെ പോകാം. അതിനു മുമ്പേ നമുക്കൊന്ന് പുറത്തു പോയി ഫുഡൊക്കെ കഴിക്കാം. ഇന്നത്തെ ചിലവ് എൻ്റെ വക. വേണ്ട ബി, ഞാനില്ല. വൈദു, നിർബന്ധിക്കണ്ട, എനിക്ക് താല്പര്യമില്ല. ഓക്കെ ഫൈൻ, ബട്ട് എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അത് മാത്രം പറ്റില്ലെന്ന് പറയരുത്. ഇറ്റ്സ് ഓക്കെ, നീ ഷോപ്പിങ്ങിന് പൊക്കോ, ഞാൻ ടാക്സി വിളിച്ച് പൊക്കോളാം. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് വൈദു. ഒന്ന് ഷോപ്പിങ്ങിന് പോയെന്ന് വെച്ച് ഇവിടെ എന്ത് സംഭവിക്കാനാ? നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? എന്നിട്ട് അക്കാഡമിയിലേക്കല്ലാതെ വേറെ അങ്ങോട്ടെങ്കിലും നീ വന്നിട്ടുണ്ടോ? പ്ലീസ് വൈദു, എൻ്റെ കൂടല്ലേ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലടാ, എനിക്ക് പറ്റണ്ടേ. എല്ലാവരും പോലെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഏയ്, എന്താടി ഇത്? ഞാൻ നീ ഡെസ്പ് ആവാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനിയെങ്കിലും നിനക്കൊരു ചേഞ്ച് വേണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാ. ഐ നോ, നിങ്ങളെല്ലാവരും എൻ്റെ നല്ലതിന് വേണ്ടിയേ പറയുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ, ലീവ് ഇറ്റ്. നീ വാ, നമുക്ക് പോകാം. അയ്യോ എൻ്റെ പൊന്നു കുഞ്ഞെ, നീ ആ കാറിലിരുന്നാ മതി. എനിക്ക് വേണ്ടത് ഞാൻ പോയി ഷോപ്പ് ചെയ്തോളാം. ഏട്ടാ, സോറി ഏട്ടാ. അത് വിട്ടേക്കടാ, ഏട്ടനത് മറന്നു. എനിക്കറിയില്ലായിരുന്നു ചേച്ചിയെ പറ്റി. ആൻറ്റി പറഞ്ഞപ്പോഴാ ഞാനെല്ലാം അറിഞ്ഞത്. മറ്റുള്ളവർ പറയുന്നത് പോലെ ചേച്ചി ഏട്ടനെ ചതിച്ചെന്നാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷേ സത്യം അതല്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഐ ആം സോറി ഏട്ടാ, ചേച്ചിയെപ്പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞതിന്. സാരമില്ലടാ, മോൾ അറിയാതെ പറഞ്ഞതല്ലേ. ഏട്ടനത് മനസ്സിലാവും. ഏട്ടന് ചേച്ചി അത്ര ഇഷ്ടമാണല്ലേ? എൻ്റെ ജീവനായ ആള്. പക്ഷേ മറ്റൊരാളെ അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഏട്ടനറിയില്ലടാ. തെറ്റ് ചെയ്തത് ഏട്ടനല്ലേ. മോൾക്കും ഏട്ടനോട് ദേഷ്യമുണ്ടല്ലേ? അറിയില്ല, പക്ഷേ ഏട്ടൻ ചെയ്ത തെറ്റ് അതൊരാൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല. തെറ്റ് പറ്റാത്ത ആരും ഈ ലോകത്തില്ല ഏട്ടാ. ഏട്ടന് ചേച്ചിയെ തിരിച്ചു കൊണ്ടുവന്നൂടെ? പക്ഷേ ചില തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റുന്നതല്ലടാ. അങ്ങനൊരു തെറ്റാ നിൻ്റെ ഏട്ടൻ ചെയ്തത്. നിത്യയുടെ മുന്നിൽ പോലും നിൽക്കാനുള്ള യോഗ്യത നിൻ്റെ ഏട്ടനില്ല. ഏട്ടനൊന്ന് ട്രൈ ചെയ്തൂടെ? ഇത്രയും വർഷമായില്ലേ, ചിലപ്പോൾ ചേച്ചി ഏട്ടനോട് ക്ഷമിച്ചാലോ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലടാ. പക്ഷേ ഇനി ഞാൻ അയാളുടെ മുന്നിലേക്ക് ചെന്നാൽ അയാൾ ചിലപ്പോൾ ഏട്ടാ, പേടിച്ചിട്ട് തന്നെ അയാളുടെ മുന്നിലേക്ക് പിന്നെ പോകാതിരുന്നത്. എൻ്റെ പ്രണയത്തേക്കാൾ എനിക്ക് വലുത് അയാളുടെ ജീവനാ. ഞാൻ കാരണം അയാൾ ഒരുപാട് സഹിച്ചതാ. ഇനിയും കുത്തി നോവിക്കാൻ വയ്യ. ചിലപ്പോൾ ഞങ്ങളുടെ വിധി ഇതായിരിക്കും. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ ഏട്ടാ? ഏട്ടൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാടാ ഇത്. അത് ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണം. പക്ഷേ ഏട്ടാ, എനിക്കൊരു സംശയം. സംശയോ? എന്ത് സംശയം? അല്ല, അന്നേട്ടൻ മദ്യപിച്ചിട്ടില്ലെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്. പക്ഷെ ആൻറ്റി പറഞ്ഞത് ഏട്ടൻ കുടിച്ച് ബോധമില്ലാതെ വന്നാന്നാ. അതിലെന്തോ പൊരുത്തക്കേടില്ലേ? അല്ല, ഏട്ടൻ പിന്നെ അതേപ്പറ്റി അന്വേഷിച്ചില്ലേ? ഏട്ടന് നടന്നൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ലേ? അതോ പേടിച്ചിട്ട് ഏട്ടൻ കുടിച്ചില്ലെന്ന് പറഞ്ഞതാണോ? അല്ലടാ, അന്ന് ഞാൻ കുടിച്ചിട്ടില്ല. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ആ പാർട്ടിയിൽ ഞാൻ അധിക നേരം നിന്നില്ല.
ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ വീട്ടിലേക്ക് പോന്നു. അല്ല, അപ്പോൾ ഏട്ടൻ തനി ഡ്രൈവ് ചെയ്താണോ വന്നത്? അത് ഓർമ്മയില്ല. അല്ല, എന്തായാലും ഏട്ടൻ അവിടെ പാർട്ടിക്ക് പോയതല്ലേ, ഇനി ഏട്ടൻ അറിയാതെങ്ങാനും ഡ്രിങ്ക്സ് കഴിച്ചതാവോ? നോ ഐഡിയ. ബട്ട് അവരെന്നെ ഡ്രിങ്ക്സ് കഴിക്കാൻ ഇൻവൈറ്റ് ചെയ്തതാ. പക്ഷെ ഞാൻ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് ഞാൻ ജ്യൂസാ കുടിച്ചത്. ജ്യൂസോ? അതെ. ഇനി ജ്യൂസാണെന്ന് വിചാരിച്ച് ഏട്ടൻ ഡ്രിങ്ക്സ് ആവോ കഴിച്ചത്? ഏയ് അല്ലടാ, അത് ജ്യൂസ് തന്നെ. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഞാനെപ്പോഴാണ് വീട്ടിൽ വന്നതെന്ന് മാത്രം എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഗസ് ശരിയാണെങ്കിൽ അവിടെ വെച്ച ഏട്ടൻ ഡ്രിങ്ക്സ് കഴിച്ചത്, അല്ലെങ്കിൽ ഏട്ടനെ കൊണ്ട് ആരെങ്കിലും കഴിപ്പിച്ചത്. അതെങ്ങനെ നടക്കാനാ? അങ്ങനെ ഒരാൾ പറഞ്ഞാ ഏട്ടൻ കഴിക്കുവോ? വൈ നോട്ട്? ഏട്ടൻ ഈ മൂവീസ് ഒക്കെ കാണാറില്ലേ, ഈ ഹീറോയെ ചീറ്റ് ചെയ്ത് ഡ്രിങ്ക്സ് ഒക്കെ കഴിപ്പിക്കുന്നത്? എൻ്റെ കുഞ്ഞെ, ഇത് മൂവിയല്ല, ജീവിതവാ. പക്ഷേ എന്തുകൊണ്ട് ജീവിതത്തിലൊന്നും സംഭവിച്ചൂടാ? ഏട്ടനോട് ഇങ്ങനെ ചെയ്തിട്ട് ആർക്ക് എന്ത് കിട്ടാനാടാ? അതിപ്പോ ചെയ്തവർക്കല്ലേ അറിയൂ. നീ ഒരുപാട് മൂവീസും ഡ്രാമാസും ഒക്കെ കാണാറുണ്ടല്ലേ, അതാ ഈ കുഞ്ഞി തലയിൽ ഇത്രയും സംശയങ്ങൾ. ഏട്ടനോട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു റീസൺ വേണ്ടേ? വെറുതെ ആരെങ്കിലും ഒരു മനുഷ്യനെ ദ്രോഹിക്കുവോ? പിന്നെ എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കാരണമാണ് അങ്ങനൊക്കെ നടന്നത്. അതിൽ മറ്റൊരാളെ പഴിചാരിയിട്ട് എന്താടാ കാര്യം? പക്ഷേ ഏട്ടാ. ഒരു പക്ഷേ ഇല്ല എൻ്റെ കുഞ്ഞെ. തൽക്കാലം ഇതൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. എല്ലാവരും പറയുന്നത് പോലെ കഴിഞ്ഞത് കഴിഞ്ഞു. പൂർണ്ണ മനസ്സോടല്ലെങ്കിലും എൻ്റെ അമ്മയെങ്കിലും എൻ്റെ കൂടില്ലേ, അത് മതി ഏട്ടന്. ഏട്ടൻ ആ പാവത്തിന് ഒരുപാട് സങ്കടപ്പെടുത്തിയതാ. ഇനിയെങ്കിലും ആ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം. അപ്പൊ ചേച്ചി? അയാളെൻ്റെ അടുത്തില്ലെന്നല്ലേ ഉള്ളൂ, പക്ഷേ എന്നും എൻ്റെ സ്വന്തമായിരിക്കും. ഇനി കൂടുതൽ ആലോചിച്ച് തല പോയിക്കാതെ എൻ്റെ കൊച്ചു പോയി വർക്ക് ചെയ്യും. ശരി ഏട്ടാ. മതി അപ്പോ ഏട്ടാ, ഇനി കഴിച്ച എൻ്റെ വയറ് പൊട്ടിപ്പോകും. ആ, പൊട്ടുന്നെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം. മര്യാദയ്ക്ക് ഇത് കഴിക്കടി പെണ്ണേ, എൻ്റെ കൊച്ചിന് വിശക്കുന്നുണ്ടാവും. ഓ, നിങ്ങൾ നിങ്ങളുടെ ഒരു കൊച്ചും രണ്ടും എനിക്ക് മനസമാധാനം തരില്ലേ? ദേ, എൻ്റെ കൊച്ചിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. എന്തോന്നാ പിള്ളേരെ, കുറെ നേരമായല്ലോ രണ്ടും കൂടി തുടങ്ങിയിട്ട്. എൻ്റെ പൊന്നമ്മേ, അമ്മയുടെ മോനെ ഒന്ന് വിളിച്ചോണ്ട് പോ, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തീറ്റിച്ച് ഈ മനുഷ്യൻ എന്നെ കൊല്ലും. ദേ നീതു, മര്യാദക്കിരുന്ന് ഇത് കഴിച്ചോണം. അല്ലടാ അപ്പു, ചെക്കപ്പിന് പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞാപ്പൂവിന് സുഖമല്ലേ? അമ്മയുടെ കുഞ്ഞാപ്പൂവിന് ഒരു കുഴപ്പമില്ല, ആളൊക്കെയാ. പക്ഷേ ഇവളാ വീക്ക്. ഇവൾക്ക് വിറ്റാമിൻ്റെ കുറവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അല്ലെങ്കിലും അതങ്ങനല്ലേ വരൂ. ഇവളെന്തെങ്കിലും നേരെ ചൊവ്വേ കഴിക്കാറുണ്ടോ? നിങ്ങൾ പോ മനുഷ്യ, എനിക്ക് വേണ്ടതെല്ലാം ആവശ്യത്തിനുണ്ട്. മിണ്ടരുത് നീ. ആദ്യം അത് കഴിച്ചു തീർക്കാൻ നോക്ക്. നിനക്ക് വിറ്റാമിൻ കൂട്ടാൻ പറ്റുമോ? നീ ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, തൽക്കാലം എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. അല്ലേലും അമ്മയും മോനും എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടാണല്ലോ. അറിയാലോ. അപ്പൊ മോള് മര്യാദക്കിരുന്ന് കഴിക്കാൻ നോക്ക്. ആ, നിങ്ങൾ വന്നോ? വാടാ അബി, ചായ കുടിക്കാം. അല്ല ആൻറ്റി, അങ്കിൾ എന്തേ? ഞാനിവിടെ ഉണ്ടടാ. ഞാൻ വേറെ എവിടെ പോവാനാ? അല്ല, നിങ്ങളെന്താ എത്താൻ ലേറ്റായത്? ഓ, അത് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതാ ലേറ്റായത്. മോളും പോയോ ഷോപ്പിങ്ങിന്? വെസ്റ്റ്. ഇവള് വന്നാ തന്നെ. അങ്കിളുടെ മോളെ പുറത്ത് കാറിൽ തന്നെ ഇരുന്നത്. എന്താ കുഞ്ഞെ, നിനക്കും അവൻ്റെ കൂടെ പൊക്കൂടായിരുന്നോ? എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വൈദു, ദാ പിടിക്ക്, ഇത് നിനക്കാ. എനിക്കോ? എന്താ, നിനക്ക് ഞാനൊന്നും വാങ്ങിത്തരാൻ പാടില്ലേ? അതുകൊണ്ടല്ല, എന്തിനാ വെറുതെ പൈസ വേസ്റ്റ് ആക്കുന്നത്? മോളിപ്പോ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട, ഇത് പിടിക്ക് പെണ്ണേ.
ഉം, ഇനി പൊക്കോ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ ഡിന്നർ കഴിച്ചിട്ട് പോയാൽ മതി. ഓ, ഉത്തരവ് പോലെ. കണ്ടില്ലേ ഏട്ടാ, നമ്മുടെ കുഞ്ഞ് ഇപ്പോഴും മാറിയിട്ടില്ല. അവളിനി എന്നാ ഒന്ന് പഴയതുപോലെ ആവുന്നത്? എൻ്റെ കുഞ്ഞൊന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചു കണ്ടിട്ട് എത്രയായി? താനൊന്ന് സമാധാനിക്കടോ ഗൗരി. ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞ് റിക്കവർ ആയില്ലേ? ഇനി നമുക്ക് പതിയെ എല്ലാം ശരിയാക്കാം. അതെ ആൻറ്റി, പഴയ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവൾ ഒരുപാട് റിക്കവർ ആയിട്ടുണ്ട്. കുറച്ച് ടൈം കൂടി കഴിഞ്ഞാൽ അവളെ നമുക്ക് പഴയ വൈദ്യുമായിട്ട് തിരിച്ചു കിട്ടും. എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഴയതുപോലെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അതൊക്കെ ശരിയാവും ആൻറ്റി. അല്ല, നീതു ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ഡെലിവറി ടൈം ആവുമ്പോഴേക്കും യാത്രയൊക്കെ റിസ്ക് ആവില്ലേ? ഞങ്ങളും അതേപ്പറ്റി ആലോചിക്കാതിരുന്നില്ലടാ. പക്ഷേ അവളുടെ ഭർത്താവ് അവളെ വിട്ടുതരണ്ടേ? അവനിപ്പോൾ ജോലിക്ക് പോലും പോകാറില്ലെന്നാ നീതു പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ എൻ്റെ നീതു ഒരുപാട് ഭാഗ്യവതിയാ. അപ്പൂനെ പോലെ ഒരാളെ അവൾക്ക് പാതിയായിട്ട് കിട്ടിയില്ലേ? പക്ഷെ എൻ്റെ നിത്യ, എൻ്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഗൗരി മതി, ഇനി പഴയതൊക്കെ ഓർത്തിട്ട് എന്താ കാര്യം? താൻ വന്നേ, നമുക്ക് ഡിന്നർ റെഡിയാക്കാനുള്ളതല്ലേ. വെറുതെ ഓരോന്ന് സംസാരിച്ച് സമയം കളയാതെ. അച്ചു, നീ ഓക്കെ അല്ലേ? ആ, അതെ. അതങ്ങനെ ആയിരിക്കുമല്ലോ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്ക് എന്ന് സന്തോഷവും സമാധാനവും കാണുമല്ലോ. അപ്പു, അമ്മ വെറുതെ ഒച്ച എടുക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? മോനെ, നീ വാ, ചായ കുടിക്കാം. വേണ്ടമ്മേ, എനിക്കൊന്ന് ഫ്രഷ് ആവണം. അമ്മ നോക്കി പേടിപ്പിക്കണ്ട. എനിക്ക് പറയാനുള്ളത് അമ്മയുടെ മോൻ്റെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറയും. അവൻ കാരണം അനുഭവിച്ചത് മുഴുവൻ എൻ്റെ നിത്യയാ. അതെനിക്ക് ഈ ജന്മം മറക്കാൻ കഴിയില്ല. മതിയടാ, ഇനിയും അതൊക്കെ പറഞ്ഞ് അവനെ കുത്തി നോവിച്ചിട്ട് എന്ത് നേടാനാ? നീയും കണ്ടതല്ലേ ഈ 3 വർഷം അവൻ എങ്ങനെ ആയിരുന്നെന്ന്. അതെ, ഞാനെല്ലാം കാണുന്നുണ്ട്. ഈ 3 വർഷം എൻ്റെ നിത്യ എന്തൊക്കെ അനുഭവിച്ചെന്ന് അമ്മയ്ക്കറിയില്ലേ? അവൾ അനുഭവിച്ചതിൻ്റെ ഒരംശമെങ്കിലും അവൻ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ അവനും ഒരു മനുഷ്യനല്ലേടാ. എല്ലാവരും മനുഷ്യൻ തന്നെ അമ്മേ. പക്ഷെ അമ്മയുടെ മോനതറിയില്ല. അമ്മ ഒരിക്കലും അവനെ ന്യായീകരിച്ചതല്ലടാ. അങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്ന തെറ്റുമല്ല അവൻ ചെയ്തത്. പക്ഷേ ഞാനവൻ്റെ അമ്മയാപ്പൂ. ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ കുറ്റപ്പെടുത്താൻ എനിക്കാവില്ലടാ. അപ്പുവേട്ടാ, മതി. ഓ, ഇനി നിനക്കും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമായിരിക്കും. അല്ലെങ്കിലും അവനോടൊരു സോഫ്റ്റ് കോർണർ നിനക്ക് പണ്ടേ ഉള്ളതാ. എൻ്റെ നീതു, ഈ സോഫ്റ്റ് കോർണറൊക്കെ ആവാം, പക്ഷേ അതിന് അർഹതയുള്ളവരോട് മാത്രം. നീ നിത്യയുടെ അവസ്ഥ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അങ്ങനാണോ അപ്പുവേട്ടൻ വിചാരിച്ച് വെച്ചേക്കുന്നത്? എൻ്റെ നിത്യയെ വേദനിപ്പിച്ച അവനോട് ഞാൻ ക്ഷമിക്കുമെന്ന് അപ്പുവേട്ടന് തോന്നുന്നുണ്ടോ? ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സോഫ്റ്റ് കോർണർ? ഈ ജന്മം എനിക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയില്ല അപ്പുവേട്ടാ. പക്ഷേ എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടി നിങ്ങൾ കൂടപ്പിറപ്പുകൾ തമ്മിലൊരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടാ. തെറ്റ് ചെയ്തത് അവനല്ലേ? അതിനുള്ള ശിക്ഷയും അവൻ അനുഭവിക്കണ്ടേ? അതവൻ അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പുവേട്ടാ. എൻ്റെ നിത്യയെ പോലെ അവനും സ്വന്തം ജീവനെടുക്കാൻ ശ്രമിച്ചില്ലേ? ഇക്കണ്ട കാലം മുഴുവൻ എല്ലാവരുടെയും വെറുപ്പും ദേഷ്യവും സഹിച്ചില്ലേ? ഈ വീട്ടിൽ തന്നെ ഒരു അന്യനെ പോലല്ലേ അവൻ ജീവിക്കുന്നത്? ക്ഷമിക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ശിക്ഷ അത് വേണ്ട അപ്പുവേട്ടാ. തകർന്നു നിൽക്കുന്ന ഒരാളെ കൂടുതൽ ചവിട്ടിത്താഴ്ത്തുന്നത് എന്തോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവനെ സ്നേഹിക്കണമെന്നോ അവനോട് ക്ഷമിക്കണമെന്നോ ഞാൻ പറയില്ല. പക്ഷെ കുത്തി നോവിക്കണ്ട അപ്പുവേട്ടാ. അവൻ്റെ ആ കണ്ണുനീര് അതെൻ്റെ നെറ്റിക്ക് വേണ്ടിയാകുമ്പോൾ
എന്താണെന്നറിയില്ല, അവനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷെ അവൻ അറിയാം, അവൻ ഒന്നിനും അർഹനല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിത്യയ്ക്ക് വേണ്ടി ഇപ്പോഴും എൻ്റെ മുന്നിൽ യാചിക്കുന്നത് കാണുമ്പോൾ തള്ളിപ്പറയാൻ പറ്റുന്നില്ല അപ്പുവേട്ടാ. വേണ്ട, തള്ളി പറയണ്ട. നീ തലയിൽ വെച്ചോണ്ട് നടന്നോ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അങ്ങനെ അല്ല അപ്പുവേട്ടാ. അവൻ എൻ്റെ നിത്യയെ വെറുപ്പായിരുന്നെങ്കിൽ, അവളോട് സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഈ 3 വർഷത്തിനുള്ളിൽ അവൻ അവളെ മറക്കണ്ടേ? പക്ഷേ മതി നീതു, എനിക്ക് അവനെപ്പറ്റി ഒന്നും കേൾക്കണ്ട. മോളെ, മോൾക്കെന്നോട് ദേഷ്യമുണ്ടോ? അമ്മയോടോ? എന്തിന്? അച്ഛനെ ഞാനിങ്ങനെ ചേർത്ത് പിടിക്കുന്നതിൽ നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? ഗൗരി പോലും എന്നോട് മിണ്ടാറില്ല. അപ്പോൾ നിനക്കും എനിക്ക് അമ്മയോട് ദേഷ്യമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതില്ല. പക്ഷേ അമ്മയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഒന്നവിടെ നിന്നേ. ആ, ആരിത്? അല്ല, എന്റെ മമ്മിക്കുട്ടി ഇതുവരെ ഉറങ്ങിയില്ലേ? ദേ അബി, ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. സമയം എത്രയെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ ചെക്ക? ഓ, എന്തിനാണാവോ ഈ കള്ള പരിഭവം? ഞാൻ കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞതല്ലേ? ഓ, നിനക്ക് നിന്റെ വൈദ്യുവിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ മമ്മിയെ വേണ്ടല്ലോ. ഷേ, എന്താണ് ദേവിക്കൊച്ചേ പതിവില്ലാതൊരു പരാതിയൊക്കെ? ആ, എനിക്ക് പരാതിയാണെന്ന് തന്നെ കൂട്ടിക്കോ. നിന്നോട് എത്ര നാളായിട്ട് ഞാൻ പറയുന്നു നിന്റെ ഇഷ്ടത്തെപ്പറ്റി വൈദ്യുവിനോട് പറയാൻ. നിനക്ക് എന്താടാ അതൊന്ന് പറഞ്ഞാല്? അതിന് ഇനി സമയമുണ്ടല്ലോ മമ്മി. ഇനി എപ്പോഴാ ചെക്ക നിന്റെ മൂക്കിൽ പല്ല് വന്നിട്ടോ? ദയാബി, നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം മാധവേട്ടനോടും ഗൗരിയോടും. അയ്യോ, ചതിക്കല്ലേ മമ്മി. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് മമ്മിക്കും അറിയില്ലേ? അതൊക്കെ എനിക്കും അറിയാം. എന്ന് വെച്ച് അതോർത്ത് ആ കുഞ്ഞ് ഇനിയും കരഞ്ഞു ജീവിക്കണോ? നമുക്കവളെ ഇങ്ങോട്ട് കൊണ്ടുവരാടാ. അതൊന്നും ഇപ്പൊ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല മമ്മി. ആദ്യം അവളൊന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ട് സമയം പോലെ എല്ലാ അങ്കിളിനോടും ആന്റിയോടും പറയാം. നീ എന്താന്ന് വെച്ചാ ചെയ്യേ. അല്ലേലും എനിക്കെന്റെ മരുമകളെ ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ യോഗമില്ല, അത്ര തന്നെ. ചിരിക്കണ്ട, എന്റെ സങ്കടം ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. ഹാ, പിണങ്ങാതെന്റെ ദേവിക്കൊച്ചേ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നാണല്ലോ. ആ സമയമാവുമ്പോ എല്ലാം ശരിയാവും. നീ നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്യേ. അല്ല, നീ എപ്പോഴാ കേരളത്തിലേക്ക്? നാളെ കഴിഞ്ഞാൽ പോകണം മമ്മി. ആ പ്രൊജക്റ്റ് ഇനിയും വഹിക്കാൻ പറ്റില്ലെന്ന് അപ്പുവേട്ടൻ പറഞ്ഞത്. നമ്മുടെ കമ്പനികൾ തമ്മിലുള്ള ഫസ്റ്റ് കൊളാബറേഷൻ അല്ലേ, അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പു നിർബന്ധിച്ചതുകൊണ്ടാ, അല്ലാതെ നീ അവിടേക്ക് പോകുന്നതിൽ എനിക്കൊരു താല്പര്യമില്ല. അവിടെ അവൻ കാണില്ലേ? അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ മമ്മി. പിന്നെ അപ്പുവേട്ടൻ്റെ ആഗ്രഹം പോലെ ഞാൻ പോകുന്നതേ ഉള്ളൂ. അതുമല്ല, അവനെ എനിക്കൊന്ന് കാണണം. ദേ അബി, നീ അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അയ്യോ, ഞാനങ്ങനെ ചെയ്യുമോ? എനിക്കവനോട് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണം, അത്രേ ഉള്ളൂ എൻ്റെ മമ്മി. അച്ചു, ഉറങ്ങാറായില്ലേ മോനെ? ഉറക്കം വരുന്നില്ലമ്മേ. എൻ്റെ കുഞ്ഞ് ദിയമോള് പറഞ്ഞത് ഓർത്തിരിക്കുവാണോ? അവൾ അറിയാതെ പറഞ്ഞതല്ലേ, മോനത് വിട്ടേക്ക്. ഞാൻ കാരണം എൻ്റെ നിത്യ എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരിയായി അല്ലേ അമ്മേ? അച്ചു മതി, ഇനി സംസാരിച്ച് കാട് കയറാൻ നിൽക്കണ്ട. നീ പോയി കിടക്ക്. അമ്മ പോയി കിടന്നോ, ഞാൻ ഉറക്കം വരുമ്പോൾ കിടന്നോളാം. ഏട്ടാ. ആ, എന്താടോ? നിത്യ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു മാർഗവും ഇല്ല അല്ലേ? ഇല്ലെന്നറിയാം, പക്ഷേ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ ഒരുക്കി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എന്താടോ ഇപ്പൊ തനിക്ക് എന്തു പറ്റി? അത് നമ്മുടെ മോൻ. മതി പാറു, അവന് വേണ്ടി താനിങ്ങനെ വക്കാലത്ത് പറയുന്നത് ആദ്യം നിർത്ത്.
അവനും ഒരു മനുഷ്യനല്ലേ ഏട്ടാ? നിത്യ ഒരു മനുഷ്യനാ പാറു. പാറു, താൻ വെറുതെ ഓരോന്നാലോചിച്ചുള്ള മനസ്സമാധാനം കൂടി കളയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കൺഗ്രാറ്റ്സ് മിസ്റ്റർ അർജുൻ ദാസ്. ഇനി മുതൽ നമ്മൾ പാർട്ട്നേഴ്സ് ആണ്. പോടാ ചെറുക്ക. അല്ല, ചേച്ചി എന്തു പറയുന്നു? അമ്മയും കുഞ്ഞും ഓക്കെ അല്ലേ? രണ്ടുപേരും ഓക്കെ ആയിട്ടിരിക്കുന്നു. നീ സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വാ. അമ്മയ്ക്കും നീതുവിനും അത് വലിയ സന്തോഷമാവും. ഇപ്പം വരാൻ ടൈമില്ല ഏട്ടാ. അടുത്ത വരവിന് ഞാൻ വീട്ടിലേക്ക് വരാം. ഇന്ന് ഈവനിങ് ഞാൻ തിരിച്ചു പോകും. ഇന്നോ? എന്താടാ ഇത്ര പെട്ടെന്ന്? ആ, നെക്സ്റ്റ് വീക്കേ വൈദു പെർഫോം ചെയ്ത പ്രോഗ്രാം ഇല്ലേ, അതിൻ്റെ റിസൾട്ട് വരുന്ന ഡേയാ. സോ ആ ടൈമിൽ ഞാൻ അവിടെ വേണം. ഓ, പറഞ്ഞതുപോലെ ഞാനതങ്ങ് മറന്നു. ഇത്തവണയും നമ്മുടെ കൊച്ചു തന്നെ വിന്നറാവും അല്ലേടാ? അതിലെന്താ സംശയം? ആ കപ്പ് എൻ്റെ വൈദുവിനുള്ളതാ. അല്ലടാ, നീ ഇനി ഫ്ലാറ്റിലേക്കാണോ? ആ അതെ ഏട്ടാ. എന്നാ നീ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാനും വീട്ടിലേക്കാ. ഏയ് വേണ്ട ഏട്ടാ, ഏട്ടൻ വീട്ടിലേക്ക് പോക്കോ. എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്. ഞാൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ശരി, എന്നാ ഞാൻ ഇറങ്ങുവാ. ഹലോ, എങ്ങോട്ടാ താൻ ഇടിച്ചു കയറി പോകുന്നത്? മിസ്റ്റർ ആഞ്ജനേയദാസ് ഇല്ലേ? ഉണ്ടെങ്കിൽ അയാളെ എനിക്കൊന്ന് കാണണം. അതിന് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അത് ചോദിക്കാൻ നീ ഏതാ? ഞാൻ സാറിന്റെ PA ആണ്. PA അല്ലേ? അല്ലാതെ പ്രൈം മിനിസ്റ്റർ ഒന്നും അല്ലല്ലോ. അങ്ങോട്ട് മാറി നിൽക്ക് പെണ്ണേ. എടോ, അവിടെ നിക്കടോ. അബി? ഹോ, ഇയാളാണോ അയാള്? ആഹാ, അപ്പൊ എന്നെ ഓർമ്മയുണ്ടല്ലേ? ഞാൻ കരുതി മറന്നു കാണുമെന്ന്. അല്ല, വർഷം കുറെ ആയല്ലോ. അബി, തനിക്ക് സുഖമല്ലേ? യാ, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അല്ല, താനെന്താ ഇവിടെ? നിത്യ? ഓ ഗോഡ്, ഈ ഡ്രാമയൊന്ന് നിർത്തച്ചു. അല്ല, ആരെ കാണിക്കാനാ അവളെ കെയർ ചെയ്യുന്നത് പോലൊരു ചോദ്യം? അബി, ഞാൻ എന്താ ഇപ്പം അവളോട് ദിവ്യപ്രേമം വല്ലതും പൊട്ടിമുളച്ചോ? അത് ചോദിക്കാൻ താൻ ആരാ? ഫ്രണ്ട് ആയാലേ ഫ്രണ്ടിന്റെ സ്ഥാനത്ത് നിന്നാ മതി. ദിയ പ്ലീസ്, നീ ഇതിലിടപെടണ്ട. പിന്നെ ഇയാളുടെ വർത്താനം ഏട്ടനും കേട്ടില്ലേ? എന്നെ അല്ലേ? അതിലെനിക്ക് കുഴപ്പമില്ലല്ലോ. നീ മിണ്ടാതിരിക്കേ. അബി സോറി, അവൾ അറിയാതെ. അല്ല, താനെപ്പോഴാ വന്നത്? നിത്യം വന്നിട്ടുണ്ടോ? അവളെ ഞാനിവിടേക്ക് കൊണ്ടുവരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അപ്പോയിട്ടനെ കാണാനാ വന്നത്. എനിക്കിവിടെ ഒരു ഡീൽ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇവിടം വരെ വന്നതല്ലേ, സോ തന്നെ കാണാതെ പോയാൽ ശരിയാവില്ലല്ലോ. എന്തു പറയുന്നു മിസ്റ്റർ അച്ചു? ജീവിതമൊക്കെ സുഖം തന്നെയല്ലേ? എനിക്കറിയാം തനിക്കും എന്നോട് ദേഷ്യമാണെന്ന്. എനിക്കതിൽ പരാതിയില്ല. ഇതിനൊക്കെ കാരണം ഞാൻ തന്നെയാണല്ലോ. പക്ഷേ നിത്യ, അയാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രം ഇനിയും താൻ പറയരുത്. എന്താ, അത് സത്യമല്ലേ? അല്ല, അതൊരിക്കലും സത്യമല്ല. ഒരു വാക്കുതർക്കത്തിന് ഞാനില്ല അബി. എനിക്കെൻ്റെ നിത്യയെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. നിന്റെ നിത്യയോ? വൈദു ഒരിക്കലും നിന്റേതല്ല അച്ചു. ഇനി ഒരിക്കലും ആവുകയില്ല. അബി, ഇപ്പോഴും അവൾ എൻ്റെ ഭാര്യ തന്നെ. ഭാര്യ? അത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? താലി കെട്ടിയത് കൊണ്ട് അവള് നിന്റെ സ്വന്തമാണെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേക്ക്. ആ താലിയൊക്കെ അവള് പണ്ടേ പൊട്ടിച്ചെറിഞ്ഞതാ. ഇനിയും അധികാരം പറഞ്ഞ് അവളുടെ ജീവിതത്തിൽ കിടിച്ചു കയറാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കച്ചു. ഈ അബി ജീവനോടുള്ളപ്പോൾ അത് നടക്കില്ല. പ്ലീസ് അബി, തർക്കിക്കാൻ ഞാനില്ല. എനിക്ക് അയാളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. എന്നെങ്കിലും
എന്തെങ്കിലും എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ജീവിച്ചോളാം. അങ്ങനെ ഒരു പ്രതീക്ഷയും വേണ്ട അച്ചു. ഇനി നിനക്ക് കുത്തി നോവിക്കാൻ ഞാൻ എൻ്റെ വൈദ്യുവിനെ വിട്ടുതരില്ല. അവൾക്കിനി ഞങ്ങളൊക്കെ മതി. തന്നെ ഇനി അവൾക്ക് ആവശ്യമില്ല. അഭി മതിയാക്ക്. ആകെ തകർന്ന് നിൽക്കുവാ ഞാൻ. ഇനിയും എന്നെ ചവിട്ടി നോവിക്കരുത്. എനിക്ക് നിന്നെ കുത്തി നോവിക്കണമെന്ന് ഒരു ഉദ്ദേശമില്ല. പക്ഷേ ഇനിയും ആ പഴയ ഭർത്താവിൻ്റെ അധികാരം പറഞ്ഞ് എൻ്റെ വൈദ്യുവിൻ്റെ ലൈഫിലേക്ക് നീ വരരുത്. അതൊന്ന് ഓർമ്മപ്പെടുത്താനാ നിന്നെ ഞാൻ കാണാൻ വന്നതുപോലും. എടോ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ നിത്യ എന്നോട് ക്ഷമിക്കുമെന്ന പ്രതീക്ഷയില്ല ഞാൻ ജീവിക്കുന്നത് പോലും. എനിക്ക് എൻ്റെ നിത്യം മറക്കാൻ പറ്റുമോ? മറന്നേ പറ്റൂ. ബിക്കോസ് നൗ ഷീ ഈസ് മൈൻ. അവൾ എൻ്റേതാ, എൻ്റേത് മാത്രം. ഇനി നിന്റെ നിഴല് പോലും എൻ്റെ വൈദ്യുവിൻ്റെ മേൽ പതിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച ഈ അബിയുടെ മറ്റൊരു മുഖം നീ കാണും. പിന്നെ വൈകാതെ മോനുള്ള ഡിവോഴ്സ് നോട്ടീസിങ് എത്തും. അതുവരെ നീ ഈ സ്വപ്ന ലോകത്ത് ജീവിച്ചോ. നിന്റെ പേരിലുള്ള ആ കുരുക്കൊന്ന് അഴിഞ്ഞു കിട്ടിയ പിന്നെ വൈദ്യു എൻ്റേതാ, എൻ്റേത് മാത്രം. നിന്റെ വീട്ടുകാരുൾപ്പെടെ അതിന് സമ്മതിക്കും. കാരണം അവർക്കറിയാം നീ എൻ്റെ വൈദ്യുവിനെ ഡിസേർവ് ചെയ്യുന്നില്ലെന്ന്. ഞങ്ങളുടെ മാരേജിന് നിന്നെ ഞാൻ ഉറപ്പായും ക്ഷണിക്കും. നീ കാണണം വൈദ്യു എൻ്റെ സ്വന്തമാകുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ, നമുക്കിനിയും കാണാം. അബി അവിടെ നിന്ന് നിന്നേ. നീ എന്താ പറഞ്ഞത്? നീ എൻ്റെ നിത്യം മാരേജ് ചെയ്യും അല്ലേ? എൻ്റെ വീട്ടുകാരും അതിന് സമ്മതിക്കും അല്ലേ? എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും സമ്മതിച്ചെന്നിരിക്കട്ടെ, എൻ്റെ നിത്യ ഇതിനെ സമ്മതിക്കുമെന്ന് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? അവൾ സമ്മതിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവിടാ നിനക്ക് തെറ്റുപറ്റിയത് അബി. നിത്യ എന്നും ഈ അച്ചുവിൻ്റെതാ. അവളിൽ ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും അവശേഷിക്കുന്നിടത്തോളം കാലം അവൾക്ക് ഒരവകാശമുള്ളൂ. അത് ഈ ഞാനാ. ഡാ, കിടന്നലരണ്ട. അതാണ് സത്യം. ഞാൻ അവളോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെ. പക്ഷേ എന്നെ മറന്ന് ഒരു നിമിഷം പോലും അവൾ ജീവിക്കില്ല. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. അവൾക്കെന്നോട് ദേഷ്യവും വാശിയും വെറുപ്പും ഒക്കെ കാണും. പക്ഷേ അതൊന്നും അവളുടെ പ്രണയത്തെ ഇല്ലാതാക്കില്ല. അതിന് നീയെന്നല്ല, വേറെ ആര് ശ്രമിച്ചാലും നിത്യ അച്ചുവിൽ നിന്ന് അകറ്റാൻ ഒരാൾക്കും കഴിയില്ല. ഹോ, എന്നിട്ടിപ്പോ അവൾ നിന്റെ കൂടെയുണ്ടോ? ഞങ്ങളുടെ ശരീരങ്ങൾ മാത്രമേ അകന്നിട്ടുള്ളൂ അബി. മനസ്സുകൾ ഇന്നും പഴയതുപോലെ തന്നെ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ട് കൂടിയും തനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. സോ സാഡ്. നീയെന്നല്ല, ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ അവൾ എനിക്ക് ഡിവോഴ്സ് തന്നാൽ പോലും ഞാൻ സങ്കടപ്പെടില്ല. കാരണം എനിക്കറിയാം അവളുടെ ഉള്ളിൽ ഈ ഞാൻ മാത്രമാണെന്ന്. അതിനെനിക്ക് ഒരു പേപ്പറിൻ്റെ താലിയുടെ ആവശ്യമില്ല. നമുക്ക് കാണാം അവൾ ആരുടേതാണെന്ന്. വാശി പിടിക്കേണ്ട അബി, നീ തോറ്റുപോകും. ഞാൻ അവളെ സ്നേഹിച്ചതിൻ്റെ 1000 മടങ്ങ് അവൾ എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അത് തകർക്കാൻ നിനക്കെന്നല്ല, മറ്റൊരുത്തനും കഴിയില്ല. ആ സ്നേഹത്തിൻ്റെ ശക്തി നിനക്കറിയണമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എൻ്റെ നിത്യം നിനക്ക് പറഞ്ഞു തരും ഞാൻ അവൾക്ക് ആരാണെന്ന്. അന്ന് നീ മനസ്സിലാക്കും ഞങ്ങളുടെ പ്രണയം എന്താണെന്ന്. പിന്നെ വിവാഹത്തിന് ക്ഷണിക്കാൻ മറക്കണ്ട. നിത്യ എന്തായാലും വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനും ഉറപ്പായിട്ടും വന്നിരിക്കും. ഒന്നുമില്ലെങ്കിലും നീ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഇനി സാറ് പോവാൻ നോക്ക്. ഭാര്യ, അത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? താലി കെട്ടിയത് കൊണ്ട്
അവള് നിന്റെ സ്വന്തമാണെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേക്ക്. ആ താലിയൊക്കെ അവള് പണ്ടേ പൊട്ടിച്ചെറിഞ്ഞതാ. പിന്നെ വൈകാതെ മോനുള്ള ഡിവോഴ്സ് നോട്ടീസിങ് എത്തും. അതുവരെ നീ ഈ സ്വപ്ന ലോകത്ത് ജീവിച്ചോ. അപ്പോട്ടാ മതി, എനിക്കറിയാം ഡാൻസ് കോമ്പറ്റീഷൻ്റെ റിസൾട്ട് വന്നില്ലേ. അല്ലെങ്കിലും എൻ്റെ കൊച്ചിന് ആ കപ്പ് കിട്ടുമെന്ന് ഞാൻ അന്നേ ഉറപ്പിച്ചതാ. അല്ല, കപ്പടിച്ചതിൻ്റെ ചിലവ് നീ ചോദിച്ചില്ലേ അവളോട്? ആ ഉവ്വ, അതൊക്കെ ചോദിക്കാൻ അവള് പഴയ നിത്യല്ല. സാരമില്ലടോ, എല്ലാം പതിയെ ശരിയാവും. കൺഗ്രാറ്റ്സ് ഡി. താങ്ക്സ് ഡാ. അതെ, ഇനി ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി സന്തോഷം. വന്നിരിക്കാൻ നോക്ക് പിള്ളേരെ. മമ്മി പറഞ്ഞത് മോളൊന്ന് സീരിയസ് ആയിട്ട് ആലോചിക്ക്, എന്നിട്ടൊരു റിപ്ലൈ തന്നാ മതി. അത് മമ്മി അറിയാം, മോൾക്ക് ഒരുപാട് ടൈം വേണമെന്ന്. അതൊന്നും ഒരു കുഴപ്പമില്ലടാ. എത്ര വൈകിയാലും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മരുമകളായിട്ട് നീ വന്നാ മതി. എൻ്റെ മോൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ദേവി, അഭിയ മോളങ്ങനൊന്നും കണ്ടിട്ട് കൂടിയില്ല. കൂടപ്പിറപ്പുകളെ പോലെ ജീവിച്ചവരല്ലേ അവര്. അവരെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല. ഏട്ടാ, നമുക്കിതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചൂടെ? എന്താ ഗൗരി നീ പറയുന്നത്? ഞാൻ എല്ലാം ആലോചിച്ച് തന്നെ ഏട്ടാ പറഞ്ഞത്. എനിക്ക് വലുത് എൻ്റെ മോളുടെ ജീവിതമാ. അതിനിയും നശിപ്പിച്ച് കളയാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അബി, നിനക്ക് ഈ മാരേജിന് സമ്മതമാണോ? അത് വൈദു. അവന് പൂർണ്ണ സമ്മതമാ മോളെ. അതുകൊണ്ടല്ലേ മമ്മി മോളുടെ അഭിപ്രായം ചോദിച്ചത്. മോൾക്ക് എൻ്റെ അബിയെ വിവാഹം കഴിച്ചൂടെ? എൻ്റെ മോളെ അവൻ പൊന്നു പോലെ നോക്കും. അത് ഈ മമ്മിയുടെ ഉറപ്പാ. പറയടാ, എൻ്റെ മോൾക്ക് ഇതിന് സമ്മതമല്ലേ? ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒന്ന് സമ്മതിക്കടാ.